അത് ടേക്ക് ഫോർ ദ ഡേ. ഒപ്പം അതെ, ഇനി അങ്ങോട്ട് ഫോർ ദ ഡേ ഇല്ല. നമ്മളുടെ ഈ സിനിമ ഇന്നിവിടെ കൊണ്ട് കഴിയുകയാണ്. സാർ നമ്മളോട് എന്തെങ്കിലും ഡയറക്ടർ ബാലോടൻ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്തു ഏതാണ്ട് ഒരു മാസം മുമ്പേ അല്ലേ? ഒരു മാസം മുമ്പേ 2 മാസം മുമ്പേ അപ്രോച്ച് ചെയ്തു. യാദൃച്ഛികമായാണ് ഈ സിനിമ അബാമോവിസ് ചെയ്യാമെന്ന് ഏറ്റെടുത്തത്. കാരണം വേറൊരു സാങ്കേതിക ഒരു എന്തോ കൺഫ്യൂഷനൊക്കെ വന്നുകൊണ്ട് നമ്മളത് സിനിമ ഏറ്റെടുത്തു. അന്ന് നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ പോകും. എനിക്ക് പറഞ്ഞ സമയത്ത് തന്നെ സിനിമ തീർത്തു. നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്ട് 27 ദിവസം കൊണ്ട് അല്ലേ, 22 ദിവസം കൊണ്ട് പടം തീർത്തു. ഇതില് സഹകരിച്ച് എല്ലാവർക്കും അബാമോവിസിന്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ മറ്റുള്ള കാര്യങ്ങളും എത്രയും വേഗം തീർത്തു തരിക. അപ്പോൾ നമുക്ക് മെയ് ഫസ്റ്റ് വീക്കിലോ ഏപ്രിൽ ഒടുവിലോ പടം നമുക്ക് റിലീസ് ചെയ്യുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ചാനലുകാരെ കാണിച്ചു കച്ചവടം ചെയ്തക്ക രീതിയിൽ ചെയ്യാം. ഇതുവരെ നിങ്ങൾ എങ്ങനെ സഹായിച്ചോ, എങ്ങനെ സപ്പോർട്ട് ചെയ്തോ, അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ഔട്ട്പുട്ടായിട്ട് വരട്ടെ, നല്ലൊരു സിനിമയായിട്ട് വരട്ടെ. നല്ലൊരു സിനിമ സക്സസ് ആയാൽ അടുത്ത സിനിമയും നമുക്ക് ബാലോടന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കെല്ലാം വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. എന്നും രാവിലെ വിളിക്കുകയും അതേപോലെ രാത്രി വിളിച്ചിട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്, അമീർ. ഇത്ര മനോഹരമായിട്ട് തീർത്തതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ അമീറിന് വേണ്ടി ഞാൻ തന്നെ പറയാം. കാരണം ഈ സിനിമയിൽ സമയം നോക്കാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു സമയം നോക്കാതെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഒരു കുടുംബരെ പോലെ ഇവൻ എന്റെ കൂടെ നിന്ന് എന്റെ ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെ ഇത് ഏറ്റവും ഭംഗിയായി കൊണ്ടുപോയ അമീറിന് എന്റെയും വൈഫിന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മറ്റുള്ള സിനിമകളിലും അമീർ ഇപ്പൊ ഇനിയും അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത സിനിമ അമീർ ബിസിയാകാൻ പോവുകയാണ്. പക്ഷേ ഇവൻ എന്റെ കാശ് കളയുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുള്ളതുകൊണ്ട്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് അവസാനത്തെ ഷോട്ട് എന്റെ മുഖത്ത് തന്നെ വയ്ക്കണം എന്ന് മനോജിന് നിർബന്ധമുണ്ടായിരുന്നു. അത് നടന്നു. എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് 28 ദിവസം വളരെ ഭംഗിയായിട്ട് ഒരു നെഗറ്റീവും ഇല്ലാതെ ഭയങ്കര പോസിറ്റീവായിട്ട് പോയ ഒരു സെറ്റായിരുന്നു. നമ്മളിപ്പോ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സെറ്റില് എല്ലാവരും ഹാപ്പിയാതിരിക്കുമെന്ന് അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലായിരിക്കും, ആരും മിണ്ടുന്നില്ല. ഈഗോസ് ഒന്നും ഇല്ല, എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഒരുപാട് നന്നായിട്ട് പോയി. അപ്പൊ അതിന്റെ ഒരു ഫലം എനിക്ക് തോന്നുന്നു റിലീസ് ആകുമ്പോഴും ദൈവം തരട്ടെ. പടം നല്ലതായിട്ട് വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുണം ഉണ്ടാവുന്നത്, എല്ലാവർക്കും. അപ്പം നമുക്ക് ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ എന്താ പറയാ ആഘോഷിക്കാനുള്ള അവസരം ദൈവം തരട്ടെ. അപ്പൊ പിന്നെ എസ്പെഷ്യലി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ക്യാമറാമാന് തമ്പിക്കാണ്. കാരണം തമ്പിയെ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ 1-2 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാണാറുണ്ട്. നേരിട്ട് കാണുന്നതും എന്താ പറയാ വളരെ മിടുക്കനായിട്ടുള്ള ഒരു DOP ആണ്. നമുക്ക് ഈ സിനിമയിലൂടെ എന്താ പറയാ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു എന്നാണ് എനിക്ക് പ്രത്യേകം എസ്പെഷ്യലി പറയാനുള്ളത്. ഡയറക്ടറെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈസ് ഓൾവേസ് ഗുഡ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം DOPയുടെ കാര്യത്തിലാണ്. സോ ഇനിയും ഒരുപാട് പടങ്ങൾ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഇനി ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ. അതുപോലെ എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും ഈ പടത്തിന്റെ കൂടെ നിന്ന എന്റെ കൂടെ ഞങ്ങളുടെ കമ്പനിയുടെ കൂടെ നിന്ന ഭവ്യ, ഷാജി പുൽപ്പള്ളി, ഷാൻഡു എല്ലാവർക്കും പ്രത്യേകം പേരെടുത്തൊന്നും പറയുന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് കാണാം, ഇനിയും ഒരുമിച്ച് വർക്ക് ചെയ്യാം. താങ്ക് യു. ഞാൻ മനോജിന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ തമ്പിയുടെ പേര് മറന്നുപോയി. ഐ എം സോറി. ഞങ്ങളുടെ ഇത് 13ാമത്തെ പ്രൊഡക്ഷനാണ്, 14ാമത്തെ പ്രൊഡക്ഷനാണ്. 15ാമത്തെ പ്രൊഡക്ഷൻ അധികം താമസിയാതെ ഉടനെ തന്നെ വരുമെന്നുള്ളതാണ് അമീർ പറയുന്നത്. എനിക്കറിയില്ല, അവനാണ് ഇതിലൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും തമ്പി വൺ ഓഫ് ദ ബെസ്റ്റ് DOP ആണ് നമ്മൾ കണ്ടതിലും. തമ്പിയുടെ ന്യൂ ടെക്നിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അത് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത ഔട്ട്പുട്ട് നമ്മൾ കണ്ടത് വളരെ ഹാപ്പിയാണ്. അപ്പൊ തമ്പിക്കും എന്റെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ കമ്പനിയുടെയും ഒക്കെ എല്ലാവിധമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വരുന്ന മൂവികളിൽ തമ്പി നമ്മുടെ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, താങ്ക് യു. സ്നേഹം പങ്കുവയ്ക്കാം. അതൊന്നും പറയാനൊന്നും പറഞ്ഞ പ്ലാനുപ്രകാരം നേരത്തെ നമ്മൾ ആദ്യത്തെ പ്ലാനിന് മുമ്പ് തന്നെ ഇത് ചെയ്യാനും മനോജിന്റെ ഓപ്പറേഷനും കൃത്യസമയത്തുള്ള
ഫൈനാൻഷ്യൽ സെറ്റപ്പും കാര്യങ്ങളും നടന്ന് കൃത്യമായിട്ട് എളുപ്പമായി പോയി. എനിക്ക് പറയാനുള്ളത് സാറും മാമും ഒക്കെ എന്തെങ്കിലും നല്ലത് ക്യാമറ ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് പോകുന്നത് എന്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കുമാണ്. അതായത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ് അതിന്റെ കയ്യിൽ. കാരണം വെച്ചാൽ രജി ആയിക്കോട്ടെ, ശ്രീരാഗ് ആയിക്കോട്ടെ, ക്രെയിൻ ആയിക്കോട്ടെ, യൂണിറ്റ് ആയിക്കോട്ടെ, പ്രജീഷ് ഭായ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ ഒപ്പം, അതായത് അറിയാം വളരെ കുറച്ച് ബ്രേക്ക് ഒക്കെ വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഉള്ള ബ്രേക്ക് ടൈം ഒക്കെ കുറച്ച് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് ഹാർട്സ്. ഇനിയിപ്പോ നമ്മളെ കൂടെ ഇല്ലാത്തൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്, കൃഷ്ണേട്ടൻ. ഞാൻ വിളിച്ചതാണ്. അദ്ദേഹം ഈ പാക്കപ്പിനും വരില്ല, ഫസ്റ്റ് ഡേ സിനിമ കാണാനും വരില്ല. അത് കൊണ്ടോട്ട് അതങ്ങനെയാണ്. ഒരു സ്നേഹപൂർവ്വമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനെയാണെന്ന് അറിയാമല്ലോ മനോജ്. ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാം അദ്ദേഹം ഒന്ന് തുടങ്ങി വെച്ച് മനോഹരമായിട്ട് തീർക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കൃഷ്ണേട്ടൻ നമ്മുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ അന്നത് നിങ്ങളുടെ പൂജയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കൃഷ്ണേട്ടന് ഉണ്ടായിരുന്നത് നമുക്ക് സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അസോസിയേറ്റഡ് വക്കീല് പുതിയ പയ്യനുണ്ട്. പിന്നെ നമ്മളറിയാലോ, നമ്മളിത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയ സിനിമയായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ കാസ്റ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സിദ്ദിഖ വന്നു, മജർ രവി വന്നു, പിന്നെ സജീൻ വന്നു, വലിയ വലിയ ആൾക്കാർ വന്നപ്പോൾ ഇതിപ്പോൾ ഒരു നല്ല കളർഫുൾ സിനിമയായി. അപ്പൊ എല്ലാവരും ഓവറോൾ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമുക്കിത് നല്ലതായിട്ട് നല്ലൊരു ഔട്ട്പുട്ട് വരട്ടെ എന്ന് നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കാരണം പ്രാർത്ഥന ഒരു ഭയങ്കര ഘടകമാണ്, ലക്കൊരു ഭയങ്കര ഘടകമാണ് സിനിമയിൽ. അപ്പൊ നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എഫേർട്സ് നല്ലതായിട്ട് വരട്ടെ. സോ ദാറ്റ് കമ്പനി അടുത്ത സിനിമയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഭാഗമാകാമല്ലോ എന്നുള്ള. ഓക്കെ, താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും നിങ്ങളുടെ പാട്ട് നിങ്ങൾ ഓടി നടന്ന് ചെയ്തു. എല്ലാവരും രാഷ്, എല്ലാവരും ടിങ്കിളൊക്കെ വേർത്ത് കുളിച്ച് ഓടുമായിരുന്നു. എല്ലാവർക്കും ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വരട്ടെ. എല്ലാവരും പഠിച്ച് ഇനിയും സിനിമകൾ ചെയ്ത് മുന്നോട്ട് വരണം. പിന്നെ ആരെയാണ് എനിക്ക് ക്യാമറയിലെ ഈ ചേട്ടൻ ജിമ്പിൾ, പുള്ളി ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ നല്ല എഫേർട്ട് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്. അങ്ങനെ ജിമ്പിൽ ചെയ്യുമ്പോൾ പല സിനിമകളിലും ഫോക്കസ് ഔട്ട് ആവാറുണ്ട്. അത് പാടാണത് അല്ലെ, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അത്. ഇദ്ദേഹം നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ അഭിനന്ദനങ്ങളോട് സന്തോഷം. താങ്ക് യു എല്ലാവർക്കും. ഇനി പ്രതീക്ഷനും ഇദ്ദേഹം നന്ദി. എല്ലായിടത്തും ഒപ്പം നിന്നു എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിനും. ലൊക്കേഷനിൽ തന്നെ ഫുൾ ടൈം ഉള്ള ഒരിടത്തും പോകുന്നതായിട്ട് കണ്ടിട്ടില്ല, മാറിപ്പോറില്ല. പ്രതീക്ഷ ഫുൾ ടൈം ലൊക്കേഷൻ തന്നെ ഉണ്ട്. അപ്പൊ എപ്പോഴും അപ്പൊ എല്ലാവരോടും പ്രത്യേകം ഞാൻ അതെ. അപ്പൊ എല്ലാവർക്കും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. കാരണം ഞാൻ സാറിനോട് ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ 30 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കുറച്ച് തീർക്കാൻ എന്നോടൊപ്പം നിന്ന മുഴുവൻ ക്രൂവിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരാളുണ്ട്, നമ്മുടെ ആർട്ടിൽ അജി. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഒരു ഫ്ലാറ്റ് സെറ്റ് ചെയ്യുക, ഒപ്പം നമുക്കൊരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. അപ്പം അതൊക്കെ എങ്ങനെ സാധ്യമാവും നമ്മുടെ ഈ ഇപ്പൊ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത് 100% അജി. അപ്പൊ അതുപോലുള്ള ഓരോരുത്തരും നമ്മൾ ആർട്ടാവട്ടെ, അതേപോലെ യൂണിറ്റ് ആവട്ടെ, കോൺസ്റ്റബിൾ അരുണാവട്ടെ, നമ്മുടെ ഷാജി പുൽപ്പള്ളി ആവട്ടെ, മുഴുവൻ പേരും നമ്മളോടൊപ്പം ആ ഹൃദയം ചേർത്ത് വെച്ച് നിന്നെന്നുള്ളതാണ്. അത് ഇല്ലെങ്കിൽ ഈ ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്ര മനോഹരമായി തീർക്കാൻ പറ്റില്ല. അപ്പൊ ഈ നന്ദിയും സ്നേഹവും ഞാൻ സാറിനോടൊപ്പം നിന്നുകൊണ്ട് എന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.